വചനം വചനം ത്രിയേക ദൈവമം വചനം. തപസ് ഒരു ആത്മീയ ഔന്നിത്യത്തിൻ്റെ മല കയറേണ്ട കാലഘട്ടമാണ്. പ്രാർത്ഥനകളായി കുരിശുമേന്തി നമ്മൾ മലമുകളിലേക്ക് പദപ്രദക്ഷിണം നടത്താറുണ്ട്. എൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിത ചുറ്റുപാടുകളിലും കർത്താവിനെ കുറച്ചും കൂടി ഗൗരവമായി എടുക്കേണ്ട കാലഘട്ടം തന്നെയാണ് തപസ് കാലം. ത്രസ്കാന്തോസ് വചനവിചിന്തനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഗിരിശൃംഗങ്ങളിൽ നമ്മളെയും കാത്ത് ഒരു ദൈവം. എത്ര മനോഹരമായ ചിന്തയാണല്ലേ. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു മലകയറ്റത്തിലാണ്. ദൈവം ഒരുവൻ്റെ ഉള്ളിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവനിലുണ്ടാവുന്ന മാറ്റത്തിൻ്റെ പേരാണല്ലോ രൂപാന്തരീകരണം. ക്രിസ്തു എനിക്ക് ലഹരിയായാൽ പിന്നെ മറ്റൊന്നും വേണ്ട എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഒരുവനെ പ്രാപ്തനാക്കുന്ന ഒന്നാണ് രൂപാന്തരീകരണം. അവർ 4 പേരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ക്രിസ്തു വെണ്മയുള്ളവനായെന്ന് വചനം വിവക്ഷിക്കുമ്പോൾ നമ്മളും മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ വെണ്മയെ തിരിച്ചു പിടിക്കാനുള്ള കാലഘട്ടമാണിത്. തപസ്സിൻ്റെ 2ാമത്തെ ആഴ്ച ഈശോയുടെ രൂപാന്തരീകരണം ധ്യാനിക്കുമ്പോൾ വചനം നമുക്ക് മുന്നിൽ വ്യക്തമായി വിവരിക്കുന്നത് 2 ചിന്തകളാണ്. ഒന്ന് പ്രാർത്ഥനയുടേതാണ്, 2 ജീവിത മാറ്റത്തിൻ്റേതാണ്. അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ രൂപാന്തരപ്പെട്ടു എന്നാണ് നാം വായിക്കുക. ഈ പ്രാർത്ഥനയിൽ 3 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രയർ ഈസ് എ ടൈം ദാറ്റ് വി നോ ദാറ്റ് വി ആർ ബിലോങ് ടു ഗോഡ്. നാം ദൈവത്തിൻ്റേതാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. അവർ ദൈവത്തിൻ്റെ കൂടെയായിരുന്നു, തൻ്റെ പിതാവിനോടൊപ്പമായിരുന്നുവെന്ന് വചനം വ്യക്തമായി വിവക്ഷിക്കുന്നുണ്ട്. 2ാമത്തെ ചിന്ത, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. പ്രയർ ഈസ് ദ ടൈം ദാറ്റ് വി ആർ ലവ്ഡ് ബൈ ഗോഡ്. ഇവനെൻ്റെ പ്രിയപുത്രൻ എന്ന് കർത്താവായ ദൈവം മറുപടി പറയുമ്പോൾ ഏതൊരു പ്രാർത്ഥനയുടെ മധ്യേ നമ്മളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന സ്വരം ഇതുതന്നെയല്ലേ. എൻ്റെ പിതാവായ ദൈവം എന്നോട് പറയുന്നു, നീ എൻ്റെ പ്രിയപുത്രനാണ്. 3ാമത്തെ ചിന്ത, പ്രാർത്ഥന ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനുള്ള നിമിഷങ്ങളാണ്. പ്രയർ ഇസ് എ ടൈം ടു ഹിയർ ദ വോയിസ് ഓഫ് ഗാഡ്. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന വചനം നമ്മുടെയൊക്കെ ഓരോ പ്രാർത്ഥനയുടെയും അവസാനം നമ്മളും കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ എന്നതിനുള്ള മനോഹരമായ ഉത്തരമാണ് യേശുവിൻ്റെ രൂപാന്തരീകരണം എന്ന് പറഞ്ഞാൽ. ഒരു പ്രാർത്ഥന അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് മറ്റു ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പ്രഭാവം മനസ്സിലാക്കുന്നത്. വചനം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ ക്രിസ്തുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മളും കണ്ടുമുട്ടേണ്ടത് അത് തന്നെയാണ്, ദൈവത്തെയാണ് കണ്ടുമുട്ടേണ്ടത്. രൂപാന്തരീകരണം നൽകുന്ന 2ാമത്തെ ജീവിത ചിന്ത എന്ന് എൻ്റെ ജീവിത പരിസരങ്ങളിൽ മാറ്റങ്ങളുണ്ടാവണം എന്നത് തന്നെയാണ്. ഒത്തിരി വ്യഗ്രതയോടെ, ഒത്തിരി തിടുക്കത്തോടുള്ള യാത്രയാണെന്ന് പറഞ്ഞാൽ വെള്ളം വീഞ്ഞാക്കുന്ന ഒരു പരിണാമമുണ്ടല്ലോ. നമ്മളൊക്കെ പലപ്പോഴും വെള്ളം പോലെയാണ്. അത് വീഞ്ഞായി മാറുമ്പോൾ വചനം പറയുന്നു ഇറ്റ് ഈസ് അനോയിൻറ്റഡ്. അതിനൊരു സോൾ ഉണ്ടെന്നാണ്, ഒരു ആത്മാവുണ്ട്. പലപ്പോഴും ഒത്തിരി വ്യഗ്രതകൾക്കും ഓട്ടങ്ങൾക്കിടയിൽ നമ്മുടെ ജീവിതത്തിലെ ആത്മാവ് നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. സോളിനെ കണ്ടെത്താനുള്ള കാലഘട്ടമാണ്. അല്ലെങ്കിൽ നമ്മൾ വെറും ഒരു കണ്ടെയ്നറായിട്ട് മാത്രം മാറും. നഷ്ടപ്പെട്ടു പോയ ആത്മാവിനെ തിരിച്ചു പിടിക്കുവാനും കൂടി ഈ രൂപാന്തരീകരണ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തപസ്സിൻ്റെ 2ാമത്തെ ആഴ്ചയിൽ യേശുവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ ഈ 2 ചിന്തകൾ നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടി ദൈവോന്മുഖമാക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന
എപ്പോഴും ഞാൻ ദൈവത്തിൻ്റേതാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ആ ദൈവം എൻ്റെ സ്വരം കേൾക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്വരം ഞാൻ കേൾക്കുന്നുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ആ സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ നിന്ന്, ആ ഒരു തിരിച്ചറിവിൻ്റെ ബോധ്യത്തിൽ നിന്ന് എൻ്റെ ജീവിത പരിസരങ്ങളിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മാവിൻ്റെ തുടിപ്പും എനിക്ക് വീണ്ടെടുക്കുവാൻ കഴിയുമ്പോൾ ഈ തപസ്സുകാലം ധന്യമായി മാറും.